ഹായ് ഗൈസ്, ദിസ് ഇസ് ആശിഷ്. നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ ഇതിനെപ്പറ്റി മറന്നിട്ടുണ്ടാവും. കാരണം ഒരു 10-12 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്. കേരളത്തിൽ ഷൊർണൂരിൽ മഞ്ചക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടീനെ പറ്റിയിട്ട്, ഒരു പെൺകുട്ടി, അച്ഛനില്ലാതെ അമ്മ ആ കുട്ടിയെയും സഹോദരനെയും നല്ല രീതിയിലാണ് വളർത്തിയത്. വളർന്നു വലുതായതിനു ശേഷം ഒബ്വിയസ്ലി ആ മൂത്ത പുത്രിക്കാണ് വീട് നോക്കേണ്ട ചുമതല വന്നത്. നല്ല രീതിയിൽ നോക്കുകയും ചെയ്തു. ഷൊർണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നു. അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടി. ആ ശമ്പളം വെച്ചിട്ട് വീട്ടിലെ അമ്മയും അനിയനെയും എല്ലാവരും നോക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ ഫ്രണ്ട് ആയ ഒരാളെ പരിചയപ്പെടുകയും എന്നിട്ട് അയാളുമായിട്ട് കല്യാണം കഴിക്കാനുള്ള തീരുമാനങ്ങളായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. രണ്ട് വീട്ടുകാർക്കും നല്ല സമ്മതമായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എവറിത്തിങ് വാസ് ഗോയിങ് സോ സ്മൂത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ആസ് ഫാർ എസ് വി നോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2011 ഫെബ്രുവരി 1 ഇതേപോലെ ഷൊർണൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് വീട്ടുകാരെ കാണാൻ വേണ്ടി പോവായിരുന്നു. വൈകുന്നേരം ഒരു 5:30 സമയത്ത് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി. എറണാകുളത്ത് നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ കൂടെ ഉണ്ടായിരുന്ന കുറേ സ്ത്രീകൾ ഇറങ്ങി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ. തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി എത്തി. അവിടെയും കുറേ പേര് ഇറങ്ങി. അതിനുശേഷം മുള്ളൂർക്കര എത്തി. അവിടെയും കുറേ പേര് ഇറങ്ങി. അതിനുശേഷം വെള്ളത്തൂൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ട്രെയിൻ കുറച്ചു നേരം നിർത്തിയിടാറുള്ള പതിവുണ്ട്. കൂട്ടത്തിലുള്ള എല്ലാവരും ഇറങ്ങി. വെള്ളത്തൂർ സ്റ്റേഷൻ ആയി കഴിഞ്ഞപ്പം ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ ബാക്കിലത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഫ്രണ്ടിലത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ ഈ കമ്പാർട്ട്മെന്റിനകത്ത് കയറി, ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിനകത്ത്. ആൾക്കൊരു കൈയില്ല. ആളാരാന്ന് നിങ്ങൾക്കറിയാം. ട്രെയിൻ പുറപ്പെട്ടു. നല്ല സ്പീഡിലായി ഷൊർണൂരിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരാളാണെങ്കിൽ, ഒരു കൈയില്ലാത്ത ആള് ഈ കുട്ടിയുടെ അടുത്തേക്ക് വന്നു. പ്രതീക്ഷിക്കാതെ ഈ കുട്ടീനെ അറ്റാക്ക് ചെയ്തു. ആ കുട്ടിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട്. പാവം. ഈ കുട്ടീനെ ഒരുപാട് അടിച്ചു അയാൾ. ഈ കുട്ടിയുടെ തലയാണെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ ചുമരിൽ അടിച്ചതായിട്ടും പാതി ബോധത്തിൽ ട്രെയിനിനകത്തുനിന്ന് പുറത്തോട്ടേക്ക് തള്ളിയിടുകയും ചെയ്തു. റെയിൽവേ ട്രാക്കിന്റെ മുകളിലാണ് വീണത്. അതിനൊന്നിനും പറ്റാത്തൊരവസ്ഥയായി പോയി. പക്ഷേ ഈ തള്ളിയിട്ട ആള് അവിടെ നിർത്തിയില്ല. ട്രെയിനിൽ നിന്ന് അയാൾ എടുത്ത് ചാടി. ഈ പെൺകുട്ടി വീണ സ്ഥലത്തേക്ക് ചെന്നു. ആ പെൺകുട്ടിയുടെ മുഖം മൊത്തം ചോരയായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബോധം ഉണ്ടായിരുന്നില്ല. ഇയാൾ ആ പെൺകുട്ടീനെ റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്തതിനു ശേഷം അവിടെ വെച്ച് നിർത്തിയില്ല. റേപ്പ് ചെയ്തതിനു ശേഷം ആ കുട്ടിയുടെ മൊബൈല്, പേഴ്സ്, ജ്വല്ലറി ഐറ്റംസ് എല്ലാം എടുത്തു. എന്നിട്ട് ആ ബോഡി അങ്ങനെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അതിനുശേഷം ആൾക്കാരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെന്റിലേറ്ററിലായിരുന്നു അടുത്ത 5 ദിവസം. ഫെബ്രുവരി 6 2:30-3 മണിയായപ്പോൾ ഉച്ചയ്ക്ക് ആ പെൺകുട്ടി നമ്മളെ വിട്ടെല്ലാം പോയി. 5 ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഫെബ്രുവരി 3, അതായത് ഈ കുട്ടി റെയിൽവേ ട്രാക്കിൽ വീണിട്ട് 1 3 ഒരു തമിഴനെ അറസ്റ്റ് ചെയ്തു. പേര് ഗോവിന്ദച്ചാമി. ഞാൻ പറഞ്ഞാൽ ഒരു കൈയില്ല ആൾക്ക്. എല്ലാവരും പറയുന്നത് ആളൊരു ഭിക്ഷക്കാരനാണെന്നാണ്.
അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് ഞാൻ പറയാം. അറസ്റ്റ് ചെയ്തു, തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിൽ ഹാജരാക്കി. എല്ലാം നല്ല രീതിയിൽ പ്രൊസീഡിങ്സും കാര്യങ്ങളും എല്ലാം നടത്തുകയാണ് പോലീസ്. എവിഡൻസ് ഇല്ലാണ്, സാഹചര്യ തെളിവുകളും ബാക്കിയുള്ള എവിഡൻസും വെച്ച് കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇനി ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയാം, സൗമ്യ. നമ്മളെല്ലാവർക്കും അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ എല്ലാവരും ഒന്നുകൂടെ ഓർക്കും. കാരണം ഇന്ന് രാവിലെ പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു. പോലീസ് പിടിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ആൾ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ജയിലിന്റെ കമ്പി അറുത്ത് രക്ഷപ്പെട്ടെന്നാണ്. ഒരു കൈയില്ലാത്ത ആള്, ആരുടെയും സഹായം ഇല്ലാതെ ആ ജയിലിന്റെ കമ്പി അറുത്ത് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എനിക്കുണ്ടായ ചോദ്യമാണ് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. പോട്ടെ, ഇങ്ങനൊരു അവസ്ഥ എനിക്കറിയില്ല ഞാൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന്. കാരണം എനിക്ക് ഈ സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. എന്തുകൊണ്ട് ഇത് കേസ് അന്വേഷിച്ച സമയത്ത് കേസ് അന്വേഷിച്ചു, കോടതിയിൽ കൊണ്ടുപോയി, കോടതി വധശിക്ഷ കൊടുത്തു. സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഗോവിന്ദസ്വാമിയുടെ വക്കീൽ അപ്പീലിന് പോയി, അവിടുന്ന് ആ സെന്റൻസ് കുറച്ചു. എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ എത്ര പേർക്കറിയാം? ഇതിന്റെ ആക്ച്വൽ ഒരുപക്ഷെ ഒരു 1-2 മാസം മുമ്പ് നമ്മുടെ അടുത്ത് ആരത്തിലും ഗോവിന്ദസ്വാമിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ആള് മരിച്ചില്ല എന്ന് പല ആൾക്കാരും പറയുള്ളൂ. കാരണം ആർക്കും അറിയില്ല ആളിപ്പോഴും ജീവനോടുണ്ടെന്ന്. കാരണം എന്താ? നമ്മുടെ കേരളത്തില് എന്ത് തന്തയില്ലാത്തരം കാണിച്ചാലും ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരെ കൊന്നാലും ആരെ റേപ്പ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ കേരളത്തിലെ ജുഡീഷ്യൽ സിസ്റ്റം കൊടുക്കുന്ന ആ ഒരു പണിഷ്മെന്റ്, അത് ചിലപ്പം കേരളത്തിലെ കോർട്ട് കൊടുക്കുമായിരിക്കും, പിന്നീട് സുപ്രീം കോടതി പോയി അത് ഇളവാക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ അടുത്തും പോലീസിനടുത്തും, എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരെ തീറ്റിപ്പോറ്റി ഇരുത്തുന്നത്? ലൈക്ക് അവരെ കോടതി കൊണ്ടുപോയി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു, 14 വർഷം പോട്ടെ 20 വർഷം, അങ്ങനത്തെ ഒരു ശിക്ഷ മേടിച്ചു കൊടുത്ത് എന്തുകൊണ്ട് അത്രയും നാൾ നിങ്ങൾ അവരെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നു? ഇങ്ങനത്തെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള അധിക ഒരു റൈറ്റ്സ് ഉണ്ടോ? അതോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാരെ പേടിയായിട്ടാണോ? ഈ കേസ് അന്വേഷിച്ച് പോലീസുകാരോട് എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഗോവിന്ദചാമി ഇങ്ങനൊരു കൃത്യം ചെയ്തു എന്ന് അറിയുന്ന സമയത്ത്, ആ പെൺകുട്ടിയുടെ അവസ്ഥ അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ തോന്നിയില്ലേ? അയാളെ സംരക്ഷിച്ച് കോടതി കൊണ്ടുപോവുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക. നിങ്ങൾക്കപ്പോൾ ഒന്നും തോന്നിയില്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് ഇത് സംഭവിക്കുമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കുമായിരുന്നോ? എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഒരുപക്ഷെ ഞാൻ ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്നെങ്കിൽ, ഞാനൊരു പോലീസുകാരനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അയാളെ കൊന്നിട്ടുണ്ടാവും. എനിക്കത് പറയാൻ മടിയുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം പറയുന്നത്. കാരണം എനിക്കും സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. ഇവർക്ക് ആർക്കിത് വന്നു കഴിഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യുന്നത് വളരെ ബ്രൂട്ടലായിട്ടായിരിക്കും. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ എഗ്രി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും. അവർക്കെല്ലാം ഇതിനോടൊക്കെ എതിർത്ത് നിന്ന് പോരാടണമെന്നുണ്ട്. പക്ഷെ അവരെ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മുടെ ഗവൺമെന്റാണ്. കാരണം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവസാനം വാദി പ്രതിയാവും. എനിക്കിതിനകത്ത് വേറൊന്നും പറയാനില്ല. ഇന്ന് ആള് രക്ഷപ്പെട്ടു എന്നൊരു ന്യൂസ് രാവിലെ കണ്ടു. ആര് സഹായിച്ചിട്ടാ ഒന്നും അറിയില്ല. പക്ഷെ ആളെ പിടിച്ചു, പോലീസുകാർ പിടിച്ചു ആളെ, അത് സമ്മതിച്ചു. പക്ഷെ ആരാണ് രക്ഷപ്പെടാൻ അനുവദിച്ചത്? കണ്ണൂർ സെൻട്രൽ ജയിൽ പോലത്തെ ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു കൈ ഇല്ലാത്ത ആള്,
അപ്പോൾ അതിലെന്ത് സുരക്ഷയാ ഉള്ളേ? കുറ്റം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോകുന്നുണ്ട്, സമ്മതിച്ചു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളത് ചോദ്യം ചെയ്തേ പറ്റൂ. അയാൾ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ, ഇങ്ങനത്തെ ആൾക്കാരെ നേരി പിടിച്ചു കഴിഞ്ഞാൽ കൊന്നു കളയണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ടാവും, സത്യസന്ധമായ ആൾക്കാർ. ശരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് സാർ, എനിക്കറിയാം. കാരണം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഗവൺമെൻറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഗവൺമെൻറ് നിങ്ങൾക്ക് പൈസ തരുന്നത് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാനാണ്. അത് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും അത് പ്രശ്നമാവും. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം അതാ, ഒരു നല്ലത് ചെയ്യാൻ എല്ലാവർക്കും മടിയാ. റോഡിൽ ഒരാൾ ആക്സിഡന്റ് ആയി കിടന്നാൽ പോലും എടുത്തിട്ട് പോകാൻ ആൾക്കാർക്ക് മടിയാ. കാരണം എന്താ? പിന്നീട് അവനാണ് ഇടിച്ചെന്ന് പറയും വണ്ടി. ഈ ഇന്ത്യയിലുള്ള ഒരു 1000 സൗമ്യന്മാരിൽ ഒരാളുടെ, ഒരു സൗമ്യയുടെ മാത്രം കഥയപ്പം ഇത്. ഇതേപോലെ 1000 കണക്കിന് ആൾക്കാരുണ്ടാവും, ചിലപ്പം 10,000 കണക്കിന് ആൾക്കാരുണ്ടാവും നമ്മൾ അറിയാത്തത്. അല്ലെങ്കിൽ മീഡിയയുടെ അടുത്ത് പോകാൻ പറ്റാത്ത ആൾക്കാർ, റേപ്പ് ചെയ്യപ്പെട്ടെന്ന് അറിഞ്ഞിട്ടും പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരൊറ്റ പണിഷ്മെന്റ് സ്പോട്ടിൽ ഏതെങ്കിലും ഒരു പോലീസുകാരന് എൻകൗണ്ടർ ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരാളെ? ഒരൊറ്റ പണിഷ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാണ് പണിഷ്മെന്റ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു 100 പേര് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കും. നമ്മുടെ നാട്ടിൽ അതിന് ധൈര്യമുള്ള ആൾക്കാരുണ്ട്, പോലീസുകാരുണ്ട്. പക്ഷെ അവരെല്ലാം ഹോൾഡ് ചെയ്യുന്ന ആ ഒരൊറ്റ പോയിന്റ് ഗവൺമെന്റ്. ഇന്ത്യൻ ഡെമോക്രസി ഉണ്ടാക്കിയിരിക്കുന്നത് ഫോർ ദ പീപ്പിളിന് വേണ്ടിയിട്ടല്ലേ? പക്ഷെ ശരിക്കുള്ള ആൾക്കാർക്ക് നീതി കിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് നീതി കിട്ടുന്നുണ്ട്? ഇല്ല സാർ, എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവം, ഒരാൾ റേപ്പ് അറ്റംപ്റ്റ് ചെയ്തു, ഒരാളെ കൊന്നു, അയാൾക്ക് മരണശിക്ഷ കൊടുക്കുകയാണ്, സമ്മതിച്ചു, വിത്ത് ഡെത്ത് സെന്റൻസ്. ഈ 14 വർഷം ജീവിച്ചിട്ട് അറ്റ് ദ എൻഡ് ഓഫ് 14 വർഷം കഴിയുമ്പോഴാണ് ചിലപ്പം തൂക്കിക്കൊല്ലുന്നത്. എന്തിനാണ് അത്രയും ടൈം കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ട് നെക്സ്റ്റ് ഡേ തൂക്കിക്കൊല്ലാനുള്ള ഓർഡർ ഇടാൻ പറ്റാത്തത്? വാട്ട് ഈസ് ഹോൾഡിങ് യു ബാക്ക്? ലൂപ്പ് ഹോൾസ് ആണോ? നിങ്ങൾ പറയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ബിൽഡ് ചെയ്തേക്കുന്നത്, ദർ ആർ സർട്ടൻ ലോസ്. കാലം മാറി, നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഫോർ ഇങ്ങനത്തെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അടക്കുന്ന ഒരു ഇഷ്യൂസിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ പറ്റുമോ? എസ്പെഷ്യലി ഫോർ റേപ്പ്. ഞാനീ പറഞ്ഞ് ഒരുപാട് സൗമ്യമാരുണ്ടെന്ന് പറഞ്ഞു, ഇതിനകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങ് ആ ഒരു ന്യൂസിലോട്ട് ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല. ഞാനൊരു ന്യൂസോ ഒരു വിഷയമാക്കാൻ വിചാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അടുത്താണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ നാട്ടിലെ ഗവൺമെന്റോ പോലീസോ അതിന് സമ്മതിക്കില്ല. കാരണം ദിസ് ഇസ് ഇന്ത്യ.